ഹലോ മക്കളെ, പ്ലസ് ടു മാത്സിലെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയ ചാപ്റ്റർ ഇന്റഗ്രൽസ് ബോർഡ് എക്സാമിന്റെ 9 മാർക്കിന്റെ ചാപ്റ്റർ. എത്ര? 9 മാർക്ക്. ഈ കാണുന്ന 9 മാർക്കും ആർക്കും നേടാൻ വേണ്ടി സാധിക്കും. ചേട്ടൻ ഇത്ര മാത്രമാണ്. ഒരു സീരീസ് ഓഫ് വീഡിയോസ് വരും. ഈ കാണുന്ന സീരീസ് ഓഫ് വീഡിയോസിനകത്ത് എല്ലാ വീഡിയോസും എല്ലാവരും കാണാം. കംപ്ലീറ്റ് ടോപ്പിക് കവർ ചെയ്യും. ആൻഡ് ദെൻ യു ഷുഡ് വാച്ച് ലൈവ് ക്ലാസ്. ഒറ്റ ലൈവ് ക്ലാസ് ഉണ്ട്. ആ കാണുന്ന ഇന്റഗ്രൽസിന്റെ 1 ഷോട്ട് റിവിഷൻ കാണുക. ഇത് മാത്രം മതി പ്ലസ് ടു മാത്സിനകത്തുള്ള ഈ കാണുന്ന കൊലക്കൊമ്പനെ വീഴ്ത്താൻ വേണ്ടി. വേറെ ഒന്നും ആവശ്യമില്ല. ഇന്റഗ്രൽസ് വീണിരിക്കും ഞാൻ പറഞ്ഞ പോലെ ചെയ്തു കഴിഞ്ഞാൽ. ഗൈസ്, ട്രസ്റ്റ് മീ, പറ്റും. ആദ്യമായിട്ടും പറയുന്ന ഒറ്റ കാര്യം, എല്ലാ മക്കളും ഒരു ഫ്രഷ് പുസ്തകം എടുത്ത് അല്ലെങ്കിൽ ഫ്രഷ് പേജ് എടുത്ത് എഴുതാൻ വേണ്ടി ആരംഭിക്കാം. ഇവിടെ പറയുന്ന ഓരോ ഫോർമുലയും അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കാണുന്ന ഫോർമുലാസ് എഴുതി കഴിഞ്ഞാൽ തന്നെ, ഈ കാണുന്ന ഫോർമുലാസ് നിങ്ങൾ വരും ദിവസങ്ങളിൽ പഠിച്ചാൽ തന്നെ ഞാൻ പറയുന്നു നിങ്ങൾക്ക് ഇന്റഗ്രൽസ് പുഷ്പം പോലെ ചെയ്യാൻ പറ്റും. പുഷ്പം പോലെ. പക്ഷേ വൺ കണ്ടീഷൻ, ഫോർമുലാസ് ചെയ്യണം, ഫോർമുലാസ് പഠിക്കണം. ആദ്യമായിട്ട് പോകുന്നു ഫസ്റ്റ് സെറ്റ് ഓഫ് ഫോർമുലാസിലേക്ക് മക്കളെ. ഇതാണ് ഫസ്റ്റ് സെറ്റ് ഓഫ് ഫോർമുലാസ്. എല്ലാവർക്കും അറിയാവുന്ന ഫോർമുല തന്നെ. എല്ലാവർക്കും അറിയാമായിരിക്കും. പക്ഷെ അറിയാത്തവരുണ്ടാകും. അറിയാത്തവർ എന്ത് ചെയ്യണം? ഒന്ന് എഴുതിയെടുക്കുക. കാണുന്ന ഫോർമുല അറിയാവുന്നവർ ഹാപ്പി, ഗുഡ്. ഫസ്റ്റ് വൺ, ഇന്റഗ്രൽ എക്സ് റൈസ് ടു n. ഇന്റഗ്രൽ എക്സ് റൈസ് ടു n എന്ന് പറഞ്ഞാൽ മക്കളെ ഇത്ര മാത്രമേ ഉള്ളൂ. എക്സ് റൈസ് ടു n + 1 ഡിവൈഡഡ് ബൈ n + 1. ആൻഡ് എക്കാലം ഓർക്കണം, ഇന്റഗ്രൽ വരുമ്പോൾ പ്ലസ് സി വേണം. മസ്റ്റായിട്ടും എല്ലാവരും പ്ലസ് സി ഇട്ടുകൊണ്ട് വേണം നമുക്ക് ഇന്റഗ്രേഷനകത്ത് ഏതൊരു ചോദ്യം ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഒരു ചോദ്യം വന്നു. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഇന്റഗ്രൽ എക്സ് റൈസ് ടു 7 dx. അപ്പൊ എല്ലാവരും നോക്കാം, എക്സ് റൈസ് 7, അതായത് ഒരു എക്സ് റൈസ് ടു n ഫോർമാറ്റ് ആണ്. നോക്കിയേ, ഇന്റഗ്രൽ എക്സ് റൈസ് ടു n പോലെ. എന്താണ് ഇന്റഗ്രൽ എക്സ് റൈസ് ടു n? ഇറ്റ് ഈസ് സെയിം ആസ് എക്സ് റൈസ് ടു n + 1 ഡിവൈഡഡ് ബൈ n + 1 പ്ലസ് സി. അതായത് ഈ കാണുന്ന പവറിനോടൊപ്പം ഒരു 1 കൂട്ടി, അതാണ് n + 1. അപ്പോൾ പവർ 7 ആകുമ്പോൾ ഈ കടക്കുന്ന പവർ 7നോടൊപ്പം ഒരു 1 ആഡ് ചെയ്യാം. ജസ്റ്റ് 1 ആഡ്. അതായത് എക്സ് റൈസ് ടു 7 + 1 ഡിവൈഡഡ് ബൈ 7 + 1. ഇറ്റ് ഈസ് സെയിം ആസ് ക്ലാസ് എക്സ് റൈസ് ടു 8/8 പ്ലസ് സി. കഴിഞ്ഞു. ഇതാണ് ഒരു ആൻസർ. ഈ കാണുന്ന ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായല്ലോ, സംശയമില്ലല്ലോ. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെടുമ്പോൾ എല്ലാ മക്കളും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സിന് ശേഷം എല്ലാ മക്കളും ഫീഡ്ബാക്ക് കൃത്യമായിട്ട് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. സോ അടുത്തേക്ക് പോകുന്നു. നേരെ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെ മാറ്റിയാൽ ഇന്റഗ്രൽ 1/x⁴ dx. മക്കളെ 1/x⁴. ഈ താഴെയുള്ള x⁴ എന്ത് ചെയ്യും? നമ്മള് നേരെ മേലോട്ട് കൊണ്ടു. സംശയം പറയാം. അത് x⁴ മേലെ പോകുമ്പോൾ എന്തായി? അത് x⁻⁴ ആയിട്ട് മാറി. ഇന്റഗ്രൽ x⁻⁴ dx. ഒന്ന് പറയോ, എന്താണ് ഇന്റഗ്രൽ x⁻⁴? ഇന്റഗ്രൽ x⁻⁴ ഇറ്റ് ഈസ് സെയിം ആസ് x⁻n + 1 ഡിവൈഡഡ് ബൈ n + 1. അതായത് x⁻⁻⁴ + 1 ഡിവൈഡഡ് ബൈ -4 + 1. -4 + 1 ഹോപ്പ് യു ഓൾ നോ ഇറ്റ് ഈസ് സെയിം ആസ് -3. ആൻഡ് ഇവൻ എന്താണ്? -3 ആണെന്ന് അറിയാം. അതായത് x⁻³ ഡിവൈഡഡ് ബൈ -3 പ്ലസ് സി. അവസാനമായിട്ട് ഒന്നും കൂടി ഓർമ്മപ്പെടുന്നു. ഒന്നും കൂടി ഇന്റഗ്രൽ x⁻1/2 അല്ലെങ്കിൽ ഇന്റഗ്രൽ √x ഹൈലി ആവശ്യമുണ്ട്. √x dx എന്ത്? അപ്പൊ √x എന്ന് പറഞ്ഞാൽ ഹോപ്പ് യു ഓൾ നോ അത് x⁻1/2 ആണ്. അറിയാത്തവർ എഴുതി വെക്കണം. √x എന്താണ്? അത് x⁻1/2 ആണ്. ഞാൻ നേരെ പോയി എഴുതി ഇന്റഗ്രൽ x⁻1/2 dx ആണ് ചോദ്യം. അപ്പോൾ x⁻1/2 x⁻n ഫോർമാറ്റ് ആണ്. ഇന്റഗ്രൽ x⁻n എന്ന് പറഞ്ഞാൽ അത് x⁻n + 1 ഡിവൈഡഡ് ബൈ n + 1. സോ x⁻1/2 + 1 divided by 1/2 plus 1. 1/2 plus 1 it is same as 3/2. അതായത് x⁻³ divided by 3/2. മക്കളെ ഈ കാണുന്ന 3/2 മേലെ പോകുമ്പോൾ എന്തോ അത് 2/3 ആയിട്ട് മാറി. സോ ദി ആൻസർ ഇസ് 2/3. x⁻³ പ്ലസ് സി. ഇതാണ് മക്കളുടെ റൈറ്റ് ആൻസർ. സോ എല്ലാ മക്കളും ഈ കാണുന്ന ഫോർമുല വെച്ചുള്ള എല്ലാ ക്വസ്റ്റ്യനും മനസ്സിലായെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഞാൻ നേരെ പോകുന്നു അടുത്ത ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ 1/x. ഇത് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി 1/x⁻1 ഹാപ്പി. 1/x⁻1 ആകുമ്പോൾ ഈ കിടക്കുന്നവൻ എന്ത് ചെയ്യും? എല്ലാവരും മേലെ കൊണ്ടു. സംശയമില്ല. അപ്പൊ എന്ത് കിട്ടി? ഇന്റഗ്രൽ x⁻⁻1 dx. ആശാൻ നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്തു. x⁻n + 1 -1 + 1 ഡിവൈഡഡ് ബൈ -1 + 1. അയ്യോ പെട്ടു. എന്താ? x⁻0/0. ഓ നോട്ട് ഡിഫൈൻഡ് പറ്റില്ല. കാരണം എന്താ? താഴെ 0. അതുകൊണ്ടാണ് നമ്മുടെ ഫോർമുലയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. ഈ കാണുന്ന ഫോർമുല നോക്കുമ്പോൾ എല്ലാ നമുക്ക് മനസ്സിലാവും x ≠ -1. എക്സിന്റെ വാല്യൂ എന്താ?
-1 ആകാൻ പാടില്ല. എന്താവാൻ പാടില്ല? -1. ഇതാ എക്സിന്റെ വാല്യൂ -1 ആയപ്പോൾ, അതായത് x⁻⁻1 വന്നപ്പോൾ എന്ത് കിട്ടി? യെസ്, എക്സിന്റെ അല്ല എന്നിന്റെ വാല്യൂ. എന്നിന്റെ വാല്യൂ -1 ആയപ്പോൾ എന്ത് കിട്ടി? നമുക്ക് കിട്ടി നോട്ടിഫൈ. അതാണ് എന്ത് പറയുന്നത്? n ഷുഡ് നോട്ട് ബി -1 എന്ന് കരുതി വിട്ടുകളയാൻ പറ്റുമോ? പറ്റില്ല. ഫോർമുലയുണ്ട്. ഏതാ ഫോർമുല? അതാണ് രണ്ടാമത്തെ ഫോർമുല. ക്ലാസ് എല്ലാവരും നോട്ട് ചെയ്യുക. ഇന്റഗ്രൽ 1/x dx it is same as log mod x plus c. So integral 1/x dx it is same as log mod x plus c. ഇതാണ് മക്കളെ ഈ കാണുന്ന ക്വസ്റ്റ്യന്റെ റൈറ്റ് ആൻസർ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. ഇതാണ് സെക്കൻഡ് ഫോർമുല. എല്ലാ മക്കളും നിർബന്ധമായി പഠിക്കേണ്ട ഈ ഒരു ഫോർമുലയിൽ നിന്ന് ഞാൻ പറയുന്ന അടുത്ത കാര്യം ശ്രദ്ധിച്ചു കേൾക്കണം. ഇറ്റ് ഷുഡ് ബി ഹിയർ ആൻഡ് ഹിയർ. ട്രസ്റ്റ് മീ, അത്രയ്ക്ക് ഇമ്പോർട്ടൻറ്റ്. ബോർഡ് എക്സാമിന്റെ 4 മാർക്ക് അടിക്കാൻ പറ്റും കേട്ടോ. ഇന്റഗ്രൽ 1/x കിട്ടി. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ പറയുന്നില്ല, ഇന്റഗ്രൽ 1/x-1 എന്താണ്? ആശാൻ ഒറ്റ കാര്യം മാത്രം കൊടുക്കാം. ഇവിടെ എക്സിന്റെ പവർ എന്താ? 1. എക്സിന്റെ പവർ 1 വന്നാൽ ലോഗ് മോഡ്. അങ്ങനെ എക്സിന്റെ പവർ 1 വന്നാലേ ലോഗ് മോഡ്. ഇവിടെ എക്സിന്റെ പവർ 1 തന്നെയാണ്. ലീനിയർ ആയി കഴിഞ്ഞാൽ ലോഗ് മോഡ് ആരാണോ താഴത്ത് x-1 അത് എഴുതി വെക്കും പ്ലസ്. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ 1/x-4 ഒന്നും ആലോചിക്കേണ്ട, ലോഗ് മോഡ് x-4 dx. അടിപൊളി. സോറി, പ്ലസ് സി. അതായത് ഇവിടെ എക്സിന്റെ പവർ 1 ആണല്ലോ, ലോഗ് മോഡ് x-4. ഇത് കണ്ട ചില ബിരുദന്മാര് ഇങ്ങനെ എഴുതും, ഇന്റഗ്രൽ 1/x² + 1 കാണുമ്പോൾ എന്ത് എഴുതും? അടിപൊളി. താഴെ വന്നാൽ ഇപ്പോൾ ലോഗ് മോഡ് x² + 1 എഴുതും പ്ലസ് സി. അപ്പൊ എന്ത് ചെയ്യും? നമ്മളെല്ലാവരും തെറ്റിടും. എന്നാ കാരണം വേറെ ഒന്നുമല്ല, എക്സിന്റെ പവർ 1 ആവണം. എക്സിന്റെ പവർ 1, അതായത് ലീനിയർ ആയാൽ മാത്രമാണ് മനസ്സിലാക്കണം ലോഗ് മോഡ്. ഇവിടെ എക്സിന്റെ ക്വാഡ്രാറ്റിക് ആണ്. ക്വാഡ്രാറ്റിക് ആകുമ്പോൾ ലോഗ് മോഡ് വർക്കൗട്ട് ആവൂല. ഇറ്റ്സ് എ ബിഗ് മിസ്റ്റേക്ക് യാർ. ഇറ്റ്സ് എ മിസ്റ്റേക്ക്. ശ്രദ്ധിക്കണം, ഇത് ഒരുപാട് പേർ വരുത്തുന്ന മിസ്റ്റേക്കാണ് ഞാൻ പറയുന്നത്. ട്രസ്റ്റ് മീ, കുറെ പേര് വരുത്തും. പക്ഷെ എൻ്റെ മക്കൾ ആരും തന്നെ വരുത്താൻ വേണ്ടി പാടില്ല. ഓർത്തിരിക്കണം, 1/x ആണെങ്കിൽ അത് ലോഗ് മോഡ് x. എക്സിന്റെ പവർ എക്കാളും 1 ആണ്. അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ചോദ്യം മാറ്റി, രൂപം മാറ്റി ചോദിച്ചു. 1/7x + 4 എന്നാക്കി. ഇന്റഗ്രൽ 1/7x + 4 dx. എക്സിന്റെ പവർ ശരിയാണ്, 1 തന്നെയാണ്. ലീനിയർ ആണ്. ലീനിയർ ആയതുകൊണ്ട് ലോഗ് മോഡ് വേണം. കണ്ണും പൊട്ടി ലോഗ് മോഡ് എഴുതി. ലോഗ് മോഡ് ആരാ? 7x + 4 എഴുതി. പക്ഷെ കഴിഞ്ഞോ? ഇല്ല. ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഡിഫറൻസിയേഷനിൽ ആരായിരുന്നോ എക്സിന്റെ കോഎഫിഷ്യന്റ് നമ്മൾ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഒബ്വിയസ്ലി ഡിഫറൻസിയേഷൻ ഒരു റിവേഴ്സ് പ്ലസ് ആണ് ഇന്റഗ്രേഷൻ. അതായത് ഈ കിടക്കുന്ന എക്സിന്റെ കോഎഫിഷ്യന്റ് ആരാണോ നമ്മൾ അതുകൊണ്ട് ഇന്റഗ്രേഷൻ ആകുമ്പോൾ ഡിവൈഡ് ചെയ്യും. സോ എക്സിന്റെ കോഎഫിഷ്യന്റ് 7, സോ /7 + c. ഓക്കെ, അതായത് ഇന്റഗ്രൽ 1/9x + 2 ഉണ്ടെങ്കിൽ വേറെ ഒന്നും ആലോചിക്കണ്ട. എക്സിന്റെ പവർ 1, സോ ലോഗ് മോഡ് 9x + 2 ആൻഡ് ഡിവൈഡഡ് ബൈ എക്സിന്റെ കോഎഫിഷ്യന്റ് 9 ആണ്, /9 + c. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇത്രയുള്ള പരിപാടി, ഇത്ര ലോക്കലാണ് ഐറ്റം. നമുക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഉറപ്പാണ് ഈ കാണുന്ന വീഡിയോ കാണുന്ന എല്ലാ മക്കൾക്കും ഗംഭീരമായിട്ട് ഈ ഒരു ചെറിയ കോൺസെപ്റ്റ് മനസ്സിലായി എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഞാൻ നേരെ പോകുന്നു നെക്സ്റ്റ് ഫോർമുല. ശ്രദ്ധിക്കാം. അങ്ങനെ ഇതും കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് വൺ e⁻x. വളരെ മാന്യൻ, ജെന്റിൽമാൻ ആണ്. എന്താ കാരണം? ഒരിക്കലും ഫോർമുല മാറൂല. e⁻x തന്നെയാണ്. ഹാപ്പി. അടുത്ത് ഇന്റഗ്രൽ dx. ഓർക്കണം, ഇന്റഗ്രൽ dx എന്ന് പറഞ്ഞാൽ അത് x ആണ്. ഇന്റഗ്രൽ dx it is same as x വേണമെങ്കിൽ ഓർത്തോ. ഈ കാണുന്ന ഇന്റഗ്രൽ dx വെട്ടിപ്പോയി x കിട്ടുന്നു. കണ്ട, ചുമ്മാ ഒരു ടൈപ്പായിട്ട്. a⁻x ആകുമ്പോൾ ശ്രദ്ധിക്കണം, ഇന്റഗ്രൽ a⁻x it is same as a⁻x divided by log a. എക്സാമിന് ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാം, ഇന്റഗ്രൽ 5⁻x dx. ഇപ്പൊ എല്ലാവർക്കും പറയുക ഇതൊരു a⁻x പോലെ. സോ a⁻x 5⁻x divided by log a log 5. നോക്കണം, ഇവിടെ a എന്താണ്? അത് 5 ആണ്. സോ a⁻x 5⁻x divided by log 5 plus c. ഇതാണ് മക്കളെ ഈ കാണുന്ന ക്വസ്റ്റ്യൻ ശരിയുത്തരം. ഇതാണ് ബേസിക് ഇന്റഗ്രേഷന്റെ ഏറ്റവും ബേസിക് ആയ കാര്യങ്ങൾ. ഇനി ചില ഫോർമുലാസ്, സൈന്റെയും കോസിന്റെയും ടാനിന്റെയും ഫോർമുലാസ് ഉണ്ട്. ഈ കാണുന്ന ഫോർമുലാസ് പഠിക്കാനുള്ള ചെറിയ ട്രിക്കിന്റെ വീഡിയോ ഉണ്ട്. ഈ കാണുന്ന 4 എണ്ണം, ഈ കാണുന്ന 2 എണ്ണം ആൻഡ് ഇനിയുള്ള 4 എണ്ണം, ഈ കാണുന്ന 4 പേരെ.
ഈ കാണുന്ന എല്ലാ ഫോർമുലാസും പഠിക്കാൻ ട്രിക്കിൻ്റെ വീഡിയോ ഉണ്ട്. ഞാൻ ഈ കാണുന്ന ലൈവിന് ഈ കാണുന്ന ഒരു വീഡിയോൻ്റെ താഴെയുള്ള കമൻറ്റ് ബോക്സിനകത്ത് ആ ട്രിക്കിൻ്റെ വീഡിയോ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യണം, ആ ട്രിക്ക് കണ്ടുകൊണ്ട് കംപ്ലീറ്റ് ഫോർമുല സെറ്റ് ആക്കണം. കാരണം ഞാൻ ട്രിക്ക് എല്ലാം പറയാൻ പോയി കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത് ഭയങ്കരമായിട്ട് കൂടും. അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഫോർമുല അറിയാത്തത് എന്ത് ചെയ്യണം, ട്രിക്ക് കാണാം, ഫോർമുല പഠിക്കുക, ബൈ ഹാർട്ട് ചെയ്യുക, സെറ്റാക്കി വെക്കുക, എഴുതി വെക്കുക. എഴുതി വെച്ച ഷീറ്റുമായിട്ട് നിങ്ങൾ നേരെ ഈ സെറ്റ് ഓഫ് ഫോർമുലാസിലേക്ക് വരണം. ഈ സെറ്റ് ഓഫ് ഫോർമുലാസും എല്ലാവരും എഴുതണം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇവനാണ് 1/1 + x², അത് tan ഇൻവേഴ്സ് എക്സും, ആൻഡ് ഇന്റഗ്രൽ 1/√1 - x², അത് സൈൻ ഇൻവേഴ്സ് എക്സും. ഈ കാണുന്ന രണ്ട് ഫോർമുല എല്ലാ മക്കളും പഠിക്കണം. കാരണം ഇവൻ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് +2 മാത്സിലെ 1 മാർക്ക് നഷ്ടപ്പെടാൻ ചാൻസ് വളരെ കൂടുതലെന്ന് പറഞ്ഞുകൊണ്ട് 1-2 മാർക്ക് ക്വസ്റ്റൻ ആകുമ്പോഴാണ് നമുക്ക് ഈ കാണുന്ന ഫോർമുല വെച്ചുകൊണ്ട് ചോദ്യം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ ഈ ഒരു ചെറിയ കാര്യം പറഞ്ഞുകൊണ്ട് ഒരുപാട് ക്വസ്റ്റൻസിലേക്ക് നീങ്ങുന്നു. ഇന്റഗ്രൽ f+t എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ f + ഇന്റഗ്രൽ g ആണ്. ആൻഡ് ഇന്റഗ്രൽ kf എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന കോൺസ്റ്റന്റ് നമുക്ക് ഇന്റഗ്രൽ പുറത്ത് എഴുതാൻ സാധിക്കും. കോൺസ്റ്റന്റ് കെയിൽ ഇന്റഗ്രൽ f dx. ചോദ്യം 1 ഇന്റഗ്രൽ 2x - 3 cos x + e raised to x. അപ്പൊ എല്ലാവരും ഫോർമുല എടുത്തില്ലേ, ആ ഷീറ്റ് എടുത്തില്ലേ, ലെഫ്റ്റിൽ വെച്ച് എല്ലാവരും എടുത്ത് പോകാൻ ഫോർമുല ഷീറ്റ് വെക്കാം. ഫോൺ ഇപ്പുറത്ത് വെച്ചു. ഇനി ബുക്കിനകത്ത് എഴുതാൻ ആരംഭിച്ചോ. ഇവിടെ ഇന്റഗ്രൽ വന്നു, മൈനസും പ്ലസ് അല്ലാണ്ട് സ്പ്ലിറ്റ് ചെയ്ത് ഓരോ ഭാഗമാക്കി മാറ്റിക്കോ. അതായത് ഇന്റഗ്രൽ 2x മൈനസ് ഇന്റഗ്രൽ 3 cos x പ്ലസ് ഇന്റഗ്രൽ e raised to x. അയ്യോ എന്തോ മറന്നല്ലോ, ഇന്റഗ്രൽ ഉണ്ടെങ്കിൽ എക്കാലും ഓർക്കണം, നിങ്ങൾ dx എഴുതണം. ഇവിടെ ഇന്റഗ്രൽ ഉണ്ട്, അതിന് വേണ്ടി dx, അടുത്ത ഇന്റഗ്രലിന് വേണ്ടി അവിടെ dx, അടുത്തതിന് dx. സോ ഓരോ ഇന്റഗ്രലിന് വേണ്ടി ഞാൻ എന്താ കറസ്പോണ്ടിങ്ങിൽ dxും കൂടിയും എഴുതി പോയിട്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. കോൺസ്റ്റന്റ് 2 ഉണ്ട്, നമ്മൾ എന്ത് ചെയ്യണം, അതിന് പുറത്തെഴുതാ സാറേ. സോ എന്ത് കിട്ടി, 2 ഇന്റഗ്രൽ x dx മൈനസ് ഇവിടെ 3 കോൺസ്റ്റന്റാ, പുറത്തെഴുതിക്കോ, 3 ഇന്റഗ്രൽ cos x dx പ്ലസ് ഇന്റഗ്രൽ e raised to x dx. സോ 2 എന്താണ് മക്കളെ ഇന്റഗ്രൽ x അഥവാ x raised to 1. x raised to 1ന്റെ ഇന്റഗ്രൽ എന്താണ്, അത് x raised to 1 + 1 / 1 + 1 x²/2 എന്ന് കിട്ടും. മൈനസ് 3 cos x ഉണ്ട്, ഇന്റഗ്രൽ ഓഫ് cos x ഇറ്റ് ഈസ് സെയിം ആസ് sin x പ്ലസ് e raised to x. ഞാൻ പറഞ്ഞിരുന്നു വളരെ മാന്യമാണ്, ഒരിക്കലും മാറൂല. ഇന്റഗ്രൽ e raised to x തന്നെ ഫൈനലി സി ഇടുക. ഉത്തരമായ മക്കളെ ഇതാണ് ഇതിന്റെ റൈറ്റ് ആൻസർ. 2 ക്യാൻസൽ ചെയ്തു കേട്ടോ, സെയിം അലൗണ്ട്. നേരെ പോയി അടുത്ത ക്വസ്റ്റനിലേക്ക്, സെയിം പോലെ തന്നെ. പക്ഷെ ഇനി ചെയ്യുമ്പോൾ എന്താണ്, ഞാൻ ഇത്രയ്ക്ക് സ്പ്ലിറ്റ് ഒക്കെ ചെയ്ത് ചെയ്യാം. ഇതും കൂടി എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്യാം. കണ്ടോ, ഇന്റഗ്രൽ 2x² മൈനസ് ഇന്റഗ്രൽ 3 sin x. ആശാൻ കാര്യം മറന്നു, അടി. എന്താ, ഇന്റഗ്രൽ ഉണ്ടെങ്കിൽ dx വേണ്ടേ, നല്ല പെട്ടകൊള്ളണം. dx പ്ലസ് ഇന്റഗ്രൽ 5 ടൈംസ് ക്ലാസ് √x ഉണ്ട്, √x ഇറ്റ് സെയിം ആസ് x raised to 1/2 dx. ഞാൻ അങ്ങനെ മാറ്റി. ഇനി 2 കോൺസ്റ്റന്റ് പുറത്ത് എഴുതണം, ഞാൻ പറയുന്നില്ല. 2 എഴുതി, എന്തുണ്ട്, ഇന്റഗ്രൽ x² ഉണ്ട്, x raised to 2, അതിന്റെ ഇന്റഗ്രൽ വേറെ ഒന്നുമല്ല, x raised to 2 + 1 / 2 + 1 which means x³/3 മൈനസ് 3 എഴുതി, ഈ കാണുന്ന 3 എഴുതി. ഇനി sin x ഉണ്ട്, ഇന്റഗ്രൽ ഓഫ് sin x ഇറ്റ് സെയിം ആസ് മൈനസ് cos x പ്ലസ് 5 x raised to 1/2. ഞാൻ ഓൾറെഡി കാണിച്ചു തന്നു, x raised to 1/2 എന്ന് പറഞ്ഞാൽ അത് x raised to 1/2 + 1, അതായത് x raised to 3/2 / 3/2 പ്ലസ് c. നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ട് മാറി. ഈ കാണുന്ന 3/2 മേലെ പോകുമ്പോൾ 2/3 ആയിട്ട് തലതിരിഞ്ഞു പോയി. വേണമെങ്കിൽ മാത്രം എഴുതി വെക്കാം. ഇതാണ് മക്കളെ ഇവന്റെ റൈറ്റ് ആൻസർ. മുന്നോട്ട് പോകുന്നു അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. പേടി നോക്കുമ്പോൾ ഇതൊരു a - b ഹോൾ സ്ക്വയർ പോലെ അല്ലേ, a - b ഹോൾ സ്ക്വയർ എന്താ, a² - 2ab + b². സോ a². സോ ഇന്റഗ്രൽ അങ്ങനെ തന്നെ എഴുതി. √x-ന്റെ സ്ക്വയർ a², √x² x ആണെന്നറിയാം, a² മൈനസ് 2 ab. a എന്ന് പറഞ്ഞാൽ √x ആണ്, b എന്താണ് 1/√x ആണ്, 2ab പ്ലസ് b² 1/√x-ന്റെ സ്ക്വയർ
1ന്റെ സ്ക്വയർ 1 ആണ് ആൻഡ് റൂട്ട് എക്സിന്റെ സ്ക്വയർ ഓഫ് എക്സ് ആണ്. ഇതാ റൂട്ട് എക്സും ക്യാൻസൽ ആയിപ്പോയി. സോ എക്സ് -2 + 1/x dx. നോക്കി എല്ലാവരും ഇന്റഗ്രൽ എക്സ് -2 + 1/x dx. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് നോക്കിയാൽ മക്കളെ, ഇന്റഗ്രൽ x⁻1. x⁻1ന്റെ ഇന്റഗ്രൽ അത് x⁻1 + 1 ഡിവൈഡഡ് ബൈ 1 + 1 വിച്ച് മീൻസ് x²/2 -2 ഇൻറ്റു ഇന്റഗ്രൽ 1 2 ഇൻറ്റു ഇന്റഗ്രൽ dx. എന്താടാ ഇന്റഗ്രൽ 1 അല്ല കുറെ എക്സ് ആണ്. സോ 2x + 1/x എന്താ മക്കളെ ലോഗ് മോഡ് x പ്ലസ് കഴിഞ്ഞു. ഇത്രയും അടി അടുത്തേക്ക് പോയി ചോദ്യം വന്നു. അയ്യോ കുറെ ആൾക്കാരായി പെട്ടു. പേടിക്കണ്ട, താഴെ ഒരു സിംഗിൾ പേഴ്സൺ വന്നു. അങ്ങനെയാണെങ്കിൽ അവനെ ഡിവൈഡ് ചെയ്ത് ഓരോന്നിനും കൊടുക്കാം. ഒന്നും ആലോചിക്കണ്ട, താഴെ സിംഗിൾ പേഴ്സൺ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അവനെ ഡിവൈഡ് ചെയ്ത് ഓരോ ടേംസിലും കൊടുക്കാം. സോ ഇന്റഗ്രൽ x³ ഡിവൈഡഡ് ബൈ x² പ്ലസ് 5x²/x² മൈനസ് 4/x². ഇതാ മക്കളെ x² ഇവിടെ 3 ഉണ്ട്, 2 വെട്ടിപ്പോയി, രണ്ടും പോയി. ഒന്നും കൂടി എടുത്ത് എഴുതാം. ഇറ്റ് ഇസ് സെയിം ആസ് ഇന്റഗ്രൽ x dx. ഇന്റഗ്രൽ x മാത്രം മതി. മൈനസ് 5 മാത്രമേ ഉള്ളൂ പാവം. പ്ലസ് മൈനസ് ആണ്, മൈനസ് 4 ടൈംസ് ഈ കാണുന്ന ബൈ x² മേലെ പോയപ്പോൾ എന്തായി, അത് x⁻²2 ആയി. സോ -4 ഇൻറ്റു x⁻²2 dx. ഇങ്ങനെ കിട്ടി. എല്ലാവരും എന്ത് ചെയ്യുക, ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇറ്റ് ഇസ് സെയിം ആസ് x⁻1. ഇന്റഗ്രൽ x⁻1 അത് x⁻1 + 1 അഥവാ x²/2 ആണ്. 1 + 1 ഡിവൈഡഡ് ബൈ 1 + 1 x²/2 മൈനസ് 5 ഇൻറ്റു 1 അഥവാ 5ന്റെ ഇന്റഗ്രൽ അത് 5x ആണ്. മൈനസ് 4 ഇൻറ്റു x⁻²ന്റെ ഇന്റഗ്രൽ x⁻² + 1 അതായത് x⁻1 ഡിവൈഡഡ് ബൈ -1 പ്ലസ് c. എല്ലാവരും ഓർക്കുക, നെഗറ്റീവ് ചേർന്ന് പോസിറ്റീവായി. ഇതാണ് മക്കളെ എൻ്റെ ഫൈനൽ ആൻസർ. ഇത് തോന്നുന്നു ഇത് കാണുമ്പോൾ എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് ലഭിക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, സംഭവം ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക്. അങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വേറെ ചോദ്യം കയറി വന്നു. വേറെ ഒന്നുമല്ലടാ, ഇങ്ങനെ 1 - x ഇൻറ്റു റൂട്ട് എക്സ്. അയ്യോ എന്ത് ചെയ്യും, പേടിക്കണ്ട. ഈ കിടക്കുന്ന റൂട്ട് എക്സിനെ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചിട്ടില്ല. നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ നേരെ ഉള്ളിലേക്ക് ഓരോന്നിൻ്റെയും ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. സോ ഗൈസ്, ഹോപ്പ് യു ഓൾ നോ റൂട്ട് എക്സ് ഇസ് സെയിം ആസ് x⁻1/2. അതായത് വേണമെങ്കിൽ ചോദ്യം മാറ്റി എഴുതാം 1 - x ഇൻറ്റു x⁻1/2 dx. x⁻1/2 ഇൻറ്റു 1 അത് x⁻1/2 മൈനസ് x ഇൻറ്റു x⁻1/2 dx. x മീൻസ് x⁻1 ആണ്. അപ്പോൾ നോക്കുമ്പോൾ ഇതൊരു x⁻n പോലെ ഇറ്റ്സ് ഹാപ്പി, കുഴപ്പമില്ല. പക്ഷെ ഇവിടെ x⁻1 ഇൻറ്റു x⁻1/2 x⁻a ഇൻറ്റു x⁻b അത് x⁻a + b ആണെന്ന് എല്ലാ മക്കൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാൻ അത് നേരെ മാറ്റി എഴുതുന്നു. അതായത് x⁻1/2 മൈനസ് x⁻a + b which means 1 + 1/2. 1 + 1/2 hope you will know it is same as 3/2 dx. ഇതാണ് മക്കളെ ഇന്റഗ്രൽ. നമ്മളുടെ ഇവന്റ് ഇന്റഗ്രൽ ആണ്. അതായത് ഇന്റഗ്രൽ x⁻1/2 എന്ന് പറഞ്ഞാൽ അത് x⁻1/2 + 1 ഡിവൈഡഡ് ബൈ 1/2 + 1 മൈനസ് x⁻3/2 ആണെങ്കിൽ അതും ഒരു x⁻n ഫോർമാറ്റ് തന്നെയാണ്. x⁻3/2 + 1 ഡിവൈഡഡ് ബൈ 3/2 + 1 + c. എല്ലാവരും എന്ത് ചെയ്യുക, 1/2 + 1 3/2 ആണെന്നും അതുപോലെ 3/2 + 1 5/2 ആണെന്നും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് മക്കൾ ഈ കാണുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ തന്നെ ഈ ടൈപ്പിലെ ഒരു ഗംഭീരമായ ചോദ്യം ബോർഡ് എക്സാമിൻ്റെ നല്ലൊരു ചോദ്യം ചെയ്യാം. ഇതാണ് ബോർഡ് എക്സാമിൻ്റെ ചോദ്യം. ഇതെല്ലാം തന്നെ ഈസിയാണ്, എന്നാലും ചെയ്യാം. ഞാൻ നോക്കുമ്പോഴേ താഴെ x-1 എൻ്റെ അമ്മേ, എനിക്ക് എങ്ങനെയെങ്കിലും മേലൊരു x-1 ഉണ്ടാക്കാൻ സാധിക്കുമോ ഞാൻ ആലോചിച്ചു. അപ്പോൾ ആലോചിച്ചപ്പോൾ അശാൻ എൻ്റെ ഇങ്ങനെ ഗ്രൂപ്പ് നോക്കി x-1 എൻ്റെ അമ്മ സാധനം ഉണ്ടോ അവിടെ അയച്ചുണ്ട്. പക്ഷെ നമുക്ക് എന്താണ് ഇവിടെ ഇല്ല. ഇപ്പോൾ നോക്കുമ്പോൾ ഇവിടെ x-1 ഞാൻ ഹാപ്പിയാണ്. എനിക്ക് ഇവിടെയും ഒരു x-1 വരുത്താൻ വേണ്ടി ഒരു ആഗ്രഹം. രണ്ടിലും ആരെങ്കിലും കോമൺ ഉണ്ടോ? എനിവൺ. x³ ഉണ്ട്, x² ഉണ്ട്, ആരെങ്കിലും കോമൺ ഉണ്ടോ? x² കോമൺ ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്താണ്
എക്സ് സ്ക്വയറിനെ കോമൺ ആയി പുറത്തെടുക്കാൻ വേണ്ടി സാധിക്കും. ഞാൻ എഴുതി ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ പുറത്തു വന്നു. ഇവിടെ നിന്ന് എക്സ് സ്ക്വയർ കോമൺ ആയി പുറത്തു വന്നു കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? എക്സ് ക്യൂബിൽ നിന്ന് എക്സ് സ്ക്വയർ പോയി, ബാക്കി എന്തുണ്ട്? ബാക്കി അവിടെ എക്സ് മൈനസ് ഈ കിടക്കുന്ന എക്സ് സ്ക്വയറും പോയി, ബാക്കി അവിടെ എന്തുണ്ട്? 1. കണ്ടാ? എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് 1, ബാക്കിയോ പ്ലസ് എക്സ് മൈനസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ഡി എക്സ്. ഇപ്പൊ നോക്കുമ്പോൾ രണ്ട് ടേംസ് വരുന്നത് ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും രണ്ടിൽ നമുക്കെന്താണ്? എക്സ് മൈനസ് 1 കോമൺ ആണ്. ഞാൻ എക്സ് മൈനസ് 1 കോമൺ ആയി പുറത്ത് എഴുതി. സോ ഇന്റഗ്രൽ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 പോയി കഴിഞ്ഞു. എന്ത് ചെയ്യും? ഇപ്പം പോയി കഴിഞ്ഞാൽ ബാക്കിയോടെ എക്സ് സ്ക്വയർ പ്ലസ് അതേപോലെ എക്സ് മൈനസ് 1 പോയി ബാക്കിയോടെ 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ഡി എക്സ്. ഇത് മക്കളെ എക്സ് മൈനസ് 1ഉം എക്സ് മൈനസ് 1 ക്യാൻസൽ ആയി പോയി. ബാക്കി എന്ത് കിട്ടി? ഇന്റഗ്രൽ എക്സ് സ്ക്വയർ പ്ലസ് 1 ഡി എക്സ്. എന്താണ് മക്കളെ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ? എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ എക്സ് റേസ് n പോലെ എക്സ് റേസ് n പ്ലസ് 1 ഡിവൈഡഡ് ബൈ n പ്ലസ് 1 2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 1 which means x cube by 3 പ്ലസ് ഇന്റഗ്രൽ 1 dx അഥവാ ഇന്റഗ്രൽ dx it is same as x പ്ലസ് c. ഇതാണ് മക്കളെ ഈ കാണുന്ന ക്വസ്റ്റ്യൻ ശരി ഉത്തരം. ഹോപ്പ് യു ആർ അണ്ടർസ്റ്റുഡ് വെരി വെൽ. ദേ നോക്കൂ, ഇവൻ എങ്ങനെ ചെയ്യും? ബോർഡ് എക്സാം പ്രീവിയസ് ആണ്. നോക്കുമ്പോഴേ താഴെ പ്ലസ് 1 മേലെയോ ആയിട്ടില്ല, ബാക്കി സെയിം. എൻ്റെ ജസ്റ്റ് മിസ് അല്ല അതൊക്കെ. ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 1 ഒരു ചെറിയ മിസ്സിങ്. എന്തിൻ്റെ? ഒരു പ്ലസ് 1 കുറവ്. എന്ത് ചെയ്യുക? ഒരു പ്ലസ് 1 ആഡ് പ്രാക്ടീസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? വരുത്തും നമ്മൾ. അതല്ല മാത്സാര്. അതായത് ഒരു പ്ലസ് 1 കുറവുണ്ട്, ഞാൻ നേരത്തെ തന്നെ 1 ആഡ് ചെയ്തു, 1 സബ്ട്രാക്ട് ചെയ്തു, ഗ്രൂപ്പ് ചെയ്തു. എന്താ വേണ്ടേ? എക്സ് സ്ക്വയർ പ്ലസ് 1 വേണം. ഞാൻ എന്തെങ്കിലും ഗ്രൂപ്പ് ചെയ്തു. ബാക്കി എന്നതിലൂടെ ഇവിടെ -1 ആയി. 2 ഭാഗമാക്കി മാറ്റി. ഒന്നാമത്തെ ആൾ അശാൻ അത് എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്, രണ്ടാമത്തെ ആളോ അത് -1 ആണ്. 2 പേരായില്ലേ? ഡിനോമിനേറ്ററിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് ഓരോന്നിലും കൊടുത്തു. ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ഡി എക്സ്. ഇവന്മാർ ക്യാൻസൽ ആയി പോയി. സോ ഇന്റഗ്രൽ 1 മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ഡി എക്സ്. സോ ഇന്റഗ്രൽ 1 മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ഡി എക്സ്. എന്താണ് ഇന്റഗ്രൽ 1? ഇന്റഗ്രൽ 1 ഇറ്റ് സെയിം ആസ് എക്സ് മൈനസ് ഇന്റഗ്രൽ 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1. എല്ലാവർക്കും ഇതേ ഫോമുല വളരെ വ്യക്തം പഠിച്ചിരുന്നു. ആ കാണുന്ന ഫോമുല എഴുതിയിരുന്നു. ഇന്റഗ്രൽ 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1. ഇപ്പോൾ എഴുതൂട്ടാ, ലോഗ് മോഡ് എക്സ് സ്ക്വയർ പ്ലസ് 1 അടി. എക്സിന്റെ പവർ എന്താ? 2 1 അല്ല. ലീനിയർ ആണെങ്കിൽ 1 ആണെങ്കിൽ മാത്രമേ ലോഗിലേക്ക് പോവുള്ളൂ. ഇതാരാ? ഇത് ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഫോർമുല. സോ എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. ഇതാണ് മക്കളെ ഈ കാണുന്ന ക്വസ്റ്റ്യൻ്റെ ശരി ഉത്തരമായിട്ട് വരുന്നത്. എല്ലാവർക്കും ഗംഭീരമായിട്ട് മനസ്സിലായി എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഞാൻ നേരെ പോകുന്നു അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ഇത് നിങ്ങൾക്കുള്ള ഹോംവർക്കാണ്. അറിയാം, സിംഗിൾ ടേം ആണ്. സിംഗിൾ ടേം ആകുമ്പോൾ ഡിവൈഡ് ചെയ്ത് ഓരോന്നിനും കൊടുത്തുകൊണ്ട് നിങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. ആൻഡ് ദെൻ കുറച്ചും കൂടി പേടി സ്വപ്നം. എനിക്ക് പണ്ടേ പേടിയാ ഒരാളെ. ആരെ? സീക്ക് ടാന് എല്ലാവരും ഉണ്ട്. പെട്ടു. എന്ത് ചെയ്യും മക്കളെ? ഇത്ര മാത്രമേ ഉള്ളൂ. ഉള്ളോട്ട് എടുക്കണ, ഉള്ളോട്ട്. ഇപ്പം എന്ത് കിട്ടി? ഇന്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ്, സീക്ക് ഇൻറ്റു സീക്ക് സ്ക്വയർ എക്സ് പ്ലസ് സീക്ക് ഇൻറ്റു ടാൻ സീക്ക് എക്സ് ടാൻ എക്സ്. ഇന്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് ഹോപ്പ് യു ഓൾ നോ ടാൻ എക്സ് ആണ്. പ്ലസ് ഇന്റഗ്രൽ സീക്ക് എക്സ് ടാൻ എക്സ്. ആ ഫോമുല നോക്കിയാ, ബുക്ക് നോക്കിയാ, സീക്ക് എക്സ് ടാൻ എക്സ് എന്താ? സീക്ക് എക്സ്. അല്ലെങ്കിൽ സീക്ക് ടാൻ, സീക്കും ടാനും പോയി ബാക്കി ഒരു സീക്കുണ്ട് എഴുതി വെച്ചു. ആ കാണാൻ ട്രിക്ക് ചെയ്യുന്നട്ടാ. ഇതാണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. ഇങ്ങനെ നിൽക്കുമ്പോൾ ഇനി നിങ്ങൾക്കൊരു ചോദ്യം ചോദിച്ചു. എനിക്ക് വേറെ നിലയ്ക്ക് വെച്ചൊരു ആഗ്രഹം വന്നു. ഇന്റഗ്രൽ ടാൻ സ്ക്വയർ എക്സ് എന്താണ് നോക്കുമ്പോൾ ടാൻ സ്ക്വയർ അറിയില്ല, എനിക്ക് സീക്ക് സ്ക്വയർ അറിയാം. അപ്പൊ ഈ ടാനും സീക്കും എന്തോ ബന്ധമുണ്ടല്ലോ. 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ഇറ്റ് ഈസ് സെയിം ആസ് സീക്ക് സ്ക്വയർ എക്സ്. അഥവാ ഇവിടുന്ന് പറയാൻ പറ്റും ടാൻ സ്ക്വയർ എക്സ് എന്താണ്? അത് സീക്ക് സ്ക്വയർ എക്സ് -1. ഞാൻ ഈ കിടക്കുന്ന 1നെ നേരെ അപ്പുറം കൊണ്ടുപോയി. സോ ടാൻ സ്ക്വയർ എക്സ്
ഇറ്റ് ഇസ് സെയിം ആസ് സീക്ക് സ്ക്വയർ എക്സ് മൈനസ് 1. ഞാൻ എഴുതി, കുഴപ്പമില്ല. അപ്പോൾ ടാൻ സ്ക്വയർ എക്സ് ഉണ്ട്, അതാരാ? സീക്ക് സ്ക്വയർ എക്സ് മൈനസ് 1. സോ ഇൻറ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് മൈനസ് 1 dx. So integral sec square x, it is same as tan x minus integral 1, it is same as x plus c. So tan x minus x plus c, it is right answer for given question. ഇതാ മക്കളെ, ഈ കാണുന്ന ഭാഗത്ത് ഒരു അവസാന ചോദ്യം കൂടി ചെയ്ത് ഞാൻ പതുക്കെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇതാണ് മക്കളെ ആ കാണുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കുക എല്ലാവരും. 1 മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ് ഉണ്ട്. താഴെ ഒരു സിംഗിൾ പേഴ്സൺ, ശരിയാണ്. സിംഗിൾ ആണെങ്കിൽ എന്ത് ചെയ്യണം? സ്പ്ലിറ്റ് ചെയ്ത് ഓരോന്ന് കൊടുക്കാം. സോ 1 ബൈ കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ്. ഞാൻ എഴുതിയേ കോസ് സ്ക്വയർ എക്സ് നിങ്ങൾക്ക് അറിയാം, അത് കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് ആണ്. സോ 1 ബൈ കോസ് സ്ക്വയർ എക്സ്, ഇറ്റ് ഈസ് സെയിം ആസ് സീക്ക് സ്ക്വയർ എക്സ്. ആരാണ് അത്? സീക്ക് സ്ക്വയർ എക്സ് മൈനസ് ഇവിടെ സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ്. സൈൻ എക്സ് ബൈ കോസ് എക്സ്, ഇറ്റ് ഈസ് സെയിം ആസ് ടാൻ എക്സ്. ഇവിടെ എന്തുണ്ട്? 1 ബൈ കോസ് എക്സ്, ഇറ്റ് ഈസ് സെയിം ആസ് സീക്ക് എക്സ്. സോ സീക്ക് എക്സ് ടാൻ എക്സ് എന്ന് കിട്ടി. സോ ഇന്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ്, ഇറ്റ് ഈസ് സെയിം ആസ് ടാൻ എക്സ് മൈനസ് ഇന്റഗ്രൽ സീക്ക് എക്സ് ടാൻ എക്സ്, ഇറ്റ് ഈസ് സെയിം ആസ് സീക്ക് എക്സ് പ്ലസ് സി. ഇതാണ് നമുക്ക് ഈ കാണുന്ന ഭാഗത്തെ ചോദ്യം കൂടി ചെയ്ത്. ആൻഡ് ഇവ നിങ്ങൾ എല്ലാവരും ഒന്ന് ഹോംവർക്കായി ട്രൈ ചെയ്യണം, ആലോചിക്കണം. താഴെ 1 പ്ലസ് കോസ് എക്സ് ഉണ്ട്. എനിക്ക് എങ്ങനെയെങ്കിലും സൈൻ സ്ക്വയർ എക്സിനെ കോസ് ടേംസ് എഴുതാൻ വേണ്ടി പറ്റുമെന്ന് നിങ്ങൾ ആലോചിക്കുക. പറ്റും. ഹിന്ദി ഇത്രേ ഉള്ളൂ. സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ ഇക്വൽ ടു 1. ആൻഡ് ഗൈസ് തകർക്ക ഗംഭീരമാക്കി മാറ്റാം. ഫസ്റ്റ് പാർട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഞാൻ. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡുമായിട്ട് ഞാൻ നിങ്ങളിലേക്ക് വരും എന്ന് പറഞ്ഞുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു ഗൈസ്. ബൈ. താങ്ക് യു ആൻഡ് സൈനിങ് ഓഫ് അഫ്നാസ് ഫ്രം സൈലം ലേണിംഗ്. ബൈ.